ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയ ഫോട്ടോകൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഡിലീറ്റ് ആയ ഫയലുകൾ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇതിനായിട്ട് പെയ്ഡ് സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ലഭിക്കും. എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് റൂട്ടഡ് ഫോണിലും വർക്ക് ചെയ്യും, റൂട്ട് ചെയ്യാത്ത ഫോണിലും ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. ഡിസ്ക് ഡിഗർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഫുൾ സ്കാനിന് വേണ്ടി നിങ്ങൾക്ക് ഫോൺ റൂട്ടഡ് ആയിരിക്കണം. റൂട്ട് ചെയ്യാത്ത ഫോണിലും നിങ്ങൾക്ക് ബേസിക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. നോക്കുക, ഞാനിവിടെ ഗാലറി ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ കുറേ ഫോട്ടോകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 ഫോട്ടോ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഡിസ്ക് ഡിഗർ എന്ന് പറയുന്ന നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാനിവിടെ റൂട്ടഡ് ഫോൺ അല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 386 ഫയൽ ഫൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. ഇവിടെ സ്കാൻ ചെയ്യുകയാണ്. കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോൾ ഡിലീറ്റ് ആയ ഫയലുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഫുൾ സ്കാൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റിംഗ്സ് ഒന്ന് നോക്കുക. ഇവിടെ സെറ്റിംഗ്സിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫയലുകൾ കാണേണ്ടത് ഗ്രിഡ് വ്യൂവിലാണോ ലിസ്റ്റ് വ്യൂവിലാണോ എന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ തമ്പനെയിൽ സൈസ് മീഡിയം, ലാർജ്, സ്മാൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫയൽ സൈസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡീഫോൾട്ടായിട്ടുള്ളത് തന്നെ വെക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും സ്കാൻ കംപ്ലീറ്റഡ് എന്ന് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ ഫോട്ടോകൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് ടിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഫോട്ടോകളെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് റിക്കവർ ചെയ്യാൻ പോവുകയാണ്. 1424 ഫയൽസ് ഇവിടെ ഇവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോസ് വരും. അതേപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോകളുടെ തമ്പനെയിൽസും ഇതിലേക്ക് റിക്കവർ ചെയ്യുന്ന ഈ ഓപ്ഷനിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് റിക്കവർ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു, മോഹൻലാലിൻ്റെ ഈ ഫോട്ടോസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് റിക്കവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നും 3 ഓപ്ഷനുകൾ കാണാം. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് ഇത് സേവ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. ആൻഡ്രോയിഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സെലക്ട് മീഡിയ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. 11 ഫയലുകൾ സേവ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വന്നത്. അതിനുശേഷം നോ താങ്ക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ പ്രോ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെസ്സേജാണ് ഇപ്പോൾ വന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഗാലറി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഗാലറി ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്കിവിടെ മീഡിയ എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനത് ഓപ്പൺ ആക്കിയാണ്. നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസും ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ മീഡിയ എന്ന് പറയുന്ന ആ ഫോൾഡറിലേക്കാണ് ഫോട്ടോസ് സേവ് ചെയ്തത്. നോക്കുക, നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസും നമുക്ക് തിരിച്ച് നമ്മളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഫോട്ടോയുടെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രോ വേർഷനിലേക്ക് പോകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ റൂട്ട് ചെയ്യേണ്ടതോ പ്രോ വേർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ കാണിച്ചു തന്ന ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യണം. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ ഇതേപോലെയുള്ള വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.